السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ ആൽ ഇംറാനിലെ 28 ആയത്തുകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. അടുത്ത ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. 29, 30, 31 ആയത്തുകൾ. ഖുൽ പറയുക, ഖാല യഖൂലു ഖൗലൻ പറയുക, ചോദിക്കുക, പ്രഖ്യാപിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടാവും. ഖുൽ എന്നതിന് പറയുന്ന ആൾക്കനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച്, ആരോട് പറയുന്നു എന്നതിനനുസരിച്ചൊക്കെയാണ് അത് മാറുക. ഇവിടെ പറയുന്നത് നബിയോടാണ്. ഖുൽ പറയുക നബിയെ, ഇൻ തുഖ്ഫു നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും, മാഫി സുദൂരിക്കും നിങ്ങളുടെ നെഞ്ചുകളിൽ, ഔ അല്ലെങ്കിൽ തുബ്ദൂഹു നിങ്ങൾ വെളിപ്പെടുത്തിയാലും വെളിവാക്കിയാലും, യഅലംഹുല്ലാഹ് അല്ലാഹു അതറിയും, വയഅലമു അവൻ അറിയുകയും ചെയ്യുന്നു, മാഫി സമാവാതി വമാ ഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. പറയുക, നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും തെളിയിച്ചു കാട്ടിയാലും അല്ലാഹു അറിയും. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അത് പറഞ്ഞിട്ട് അടുത്തതിന്റെ അർത്ഥം പറയാം അല്ലെ? അല്ല, എല്ലാം മറന്നു പോവേ. ഞാനതാ വിചാരിക്കണേ, എന്നിട്ട് പറയാണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. എനിക്ക് തോന്നി അങ്ങനെ, നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഉണ്ടെന്നേ. മനസ്സിലുള്ളത് ആർക്കും അറിയാൻ കഴിയില്ല. അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കണത് തന്നെ. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ.
അതേ സമയത്ത് നിങ്ങളെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ അത് ശരിയായിക്കൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല. അങ്ങനൊക്കെ പറയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അറിയൂല, ആരും അറിയില്ല. നീ പറയുക, നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും. അപ്പോ ഇതിന്റെ ഒരു പശ്ചാത്തലം ഇതിനു മുമ്പ് ഉള്ള ആയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? പിന്നെ ആരെയാണ് വലിയാക്കേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു. ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നല്ല ഈ പറഞ്ഞത്, സൗഹൃദം പാടില്ല എന്നല്ല പറഞ്ഞത്. ജാതി, മത, ഭാഷ, ദേശ, വർഗ വ്യത്യാസമില്ലാതെ ആരോടും നമുക്ക് സുഹൃത്ത് ബന്ധമാക്കാം. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മൾ രക്ഷാധികാരിയായി കാണുക, നമ്മൾ ആരുടെ മുമ്പിലാണോ ചോദ്യം ചെയ്യാതെ അവര് പറയുന്ന വഴിക്ക് പോകാൻ തീരുമാനിക്കുക. ഇതൊക്കെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ മദീനയിൽ ഉണ്ടായിരുന്ന ചില ആളുകളുടെ കുടുംബക്കാര് ഇവിടെ ഉണ്ട്, മക്കത്തുണ്ട്. മദീനയിൽ തന്നെ ഉള്ളവരുണ്ട്. വ്യത്യസ്ത ഗോത്രങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക പലരുടെയും കുടുംബക്കാര്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു സമുദായമായിട്ട് കഴിയുന്നോണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ കുടുംബക്കാരൊക്കെ നമ്മളെ സമുദായക്കാരായിരിക്കും, അല്ലെ? ഇവിടെ അങ്ങനെയാണല്ലോ. ഒരു അമ്പലത്തിൽ പോണ ഒരാളെ അല്ലെങ്കിൽ ചേർച്ചിൽ പോകുന്ന ഒരാളെ കാണിച്ചിട്ട് എന്റെ അമ്മായി ഏതാ പോണ എന്നൊന്നും നമ്മൾ സാധാരണ നിലക്ക് പറയാറില്ല. അത്യപൂർവം അങ്ങനെ ഉണ്ടാകാം. അതേ സമയത്ത് സാധാരണ പറയൂല ഇങ്ങനെ, കാരണം നമ്മളൊരു സമുദായമായിട്ട് കഴിയുന്നവരാണ്. പക്ഷെ മദീനയില്, മക്കയില് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരേ കുടുംബക്കാർ തന്നെ വ്യത്യസ്ത ദീനുകളിൽ ഉണ്ടാകും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തന്നെ പലതരം ഗോത്രങ്ങളിലും പെട്ടവരായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അവരുടെ കുടുംബക്കാര് പല ഗോത്രങ്ങളിലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഗോത്രങ്ങളിൽ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ? അതിനുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഗോത്രങ്ങളുമായിട്ടും കരാറുകളിൽ ഏർപ്പെടുന്നു, സൗഹൃദപ്പെടുന്നു. ചില ഗോത്രങ്ങൾ നബിയെ ശത്രുക്കളായിട്ട് കാണുന്നു. അപ്പൊ അവരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, സൗഹൃദം ഉണ്ടാകുന്നു, സംഘർഷം ഉണ്ടാകുന്നു. പല ഗോത്രങ്ങളുമായിട്ട് കരാറുകളിൽ ഏർപ്പെടുന്നു, പല ഗോത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത കരാർ ലംഘിക്കുന്നു. അങ്ങനെ വരുമ്പോ സ്വഹാബിമാരിൽ പലരുടെയും കുടുംബക്കാര് ഒരു പക്ഷേ ഈ സൗഹൃദപ്പെട്ട ഗോത്രങ്ങളിലും ഉണ്ടാവും, സംഘർഷപ്പെടുന്ന ഗോത്രങ്ങളിലും ഉണ്ടാവും. അപ്പോൾ രണ്ട് ഗോത്രങ്ങളോടുമുള്ള സമീപനം വ്യത്യാസമായിരിക്കും. കരാറിൽ ഏർപ്പെട്ട ഗോത്രങ്ങളോടുള്ള അതേ സമീപനായിരിക്കൂല കരാർ ലംഘിച്ചവരോട് ഉണ്ടാവുക. സൗഹൃദപ്പെടുന്നവരോടുള്ള അതേ സമീപനായിരിക്കൂല സംഘർഷപ്പെടുന്നവരോട് ഉണ്ടാവുക. വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ അത്. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളതാണ് ഈ പറയുന്നതൊക്കെ. ചില ആളുകൾ അവരുടെ മനസ്സിൽ ചിലത് ഒളിപ്പിച്ചു വെച്ചു. മനസ്സിൽ പലതും ഉണ്ടാവുമല്ലോ, അല്ലെ? മനസ്സ് എവിടെയാണ്? അതിനെക്കുറിച്ച് ആധുനിക കാലത്ത് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സ് എവിടെയാണ്? ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചാൽ, സർ എവിടെയാണ് മനസ്സ്? നിങ്ങൾ മനസ്സിനെ കുറിച്ച് പറയുന്ന ആളാണല്ലോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് കൃത്യമായ ഒരു ഉത്തരമൊന്നുമില്ല. മനസ്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആന്ന് പറയുന്നുണ്ട്, പക്ഷെ മനസ്സ് എവിടെയാണെന്ന് അവിടെയാണെന്ന് പറയാം. അപ്പോ നമ്മള് വളരെ
അല്ലേ? ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് പറയാണ്, അല്ലേ? ഞാന് എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് കഴിയുന്നില്ല. ഇതേ നമ്മൾ തന്നെ പറയും, ചിന്തിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടണില്ല. അപ്പൊ എവിടെ തലവെക്ക് കയ്യോ? അപ്പൊ നമ്മള് പിന്നെ എടാ ചെങ്ങായി ഒന്നും മനസ്സിലാവില്ല എന്ന് വെച്ചു. അപ്പൊ കൈ തലന്റെ അടുത്തേക്ക് പോകും. എനിക്കൊന്നും അങ്ങനെ ആരും പറയില്ല. കൈയിന്റെ അടിയിൽ കാണിച്ചിട്ട് ആരും പറയില്ല. അപ്പൊ നമ്മൾ സാധാരണ പറയില്ലേ, നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന് പറയില്ലേ? നെഞ്ചിനുള്ളിൽ എന്താണ്? എല്ലാരും ചൊല്ലണത് കല്ലാണ് നെഞ്ചിൽ എന്ന്. അപ്പൊ കല്ലാണ് നെഞ്ചിൽ എന്ന് പറഞ്ഞാല് ഇവിടെ കല്ലെടുത്ത് വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം. ആ മനസ്സ് ഉറച്ചുപോയി എന്താണ് എന്ന നിലക്കാണ്. അപ്പോൾ മനസ്സുള്ളത് തലയിലാണോ തലച്ചോറിലാണോ? മനസ്സുള്ളത് നെഞ്ചിലാണോ? ഇനിയും കണ്ടെത്തിയിട്ട് വേണം. കണ്ടെത്താൻ മെനക്കെടൊന്നും ചെയ്യണ്ടാത്ത ഇതൊക്കെ ഉണ്ടാക്കിയ റബ്ബ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, സുദൂർ സുദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ഉണ്ട് എന്നാണ്, അല്ലേ? അവിടെ ഉണ്ട്. ബാക്കി ഇനിയിപ്പോ നമ്മള് ആലോചിച്ചിട്ട് കണ്ടെത്തിയാൽ മതി. ഏതായാലും നെഞ്ച്, ഹൃദയം. ഒരാള് മനസ്സ് കാണാൻ വേണ്ടി ഹൃദയം തുറന്നു നോക്കിയാലോ? അങ്ങനെ കാണൂല. അപ്പൊ അവിടെ അതൊന്നും കാണാനില്ല. എന്നാൽ തലച്ചോറ് കീറി നോക്കിയാലും പ്രത്യേകിച്ചൊന്നും കാണുന്നൊന്നുമില്ല. നമ്മള് പോത്തിന്റെ ഒക്കെ തലച്ചോറ് നമ്മൾ കൈകാര്യം ചെയ്ത് നോക്കലുണ്ട്. അവിടെ പോത്തിന്റെ മനസ്സൊന്നും അങ്ങനെ കാണലില്ലല്ലോ. അപ്പോ ഇത് പുറമേക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി ആയിട്ട് അല്ല ഉള്ളത്. എന്നാലോ എല്ലാവർക്കും മനസ്സുണ്ട്. മനസ്സില്ല എന്ന് നമ്മൾ പറഞ്ഞ അതിന്റെ അർത്ഥം നമ്മൾ തീരുമാനിച്ചിട്ടില്ലാന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരുക്കമല്ല എന്നോ ആണ്. പക്ഷെ മനസ്സെല്ലാവർക്കും ഉണ്ട്. എല്ലാം ഉള്ളത് മനസ്സിലാണ്. പക്ഷെ മനസ്സെവിടെയാണ് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ മനസ്സെവിടെയാണ് എന്ന് അറിയുന്നവനുണ്ട്, അത് അള്ളാഹുവാണ്. ഇപ്പൊ നമ്മള് കുറെ കൊല്ലായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ. അല്ല, ഞായറാഴ്ച നമ്മുടെ ഒരു ജീവിതശീലായി പോയി ഇപ്പൊ ഇങ്ങോട്ട്, അല്ലേ, വരാന്ന് പറയും. അപ്പോ നമ്മളെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് അറിയാം, അല്ലേ? എന്താ അറിയാ? പുറമേക്ക് കാണുന്നവർക്ക് അറിയാം, അത്രേ ഉള്ളൂ. കൊല്ലങ്ങളോളം ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഒരേ വണ്ടിയുടെ മുകളിലാണ് വരുന്നതൊക്കെ. പക്ഷെ മനസ്സ് എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. ആർക്കും മനസ്സും അറിയില്ല. അത് വല്ലാത്തൊരു സംഗതിയല്ലേ? നിങ്ങൾ ആലോചിച്ചു. ആർക്കും മനസ്സും അറിയില്ല. മനസ്സിനുള്ളിലുള്ളത് എന്താണെന്ന് അറിയില്ല. ചില ആളുകൾ അതിവിദഗ്ധമായി വർഷങ്ങളോളം മനസ്സിൽ പലതും ഒളിപ്പിച്ചു. ചില ആൾക്കാർക്ക് ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ചില ആൾക്കാര് തുറന്നിട്ട വീട് പോലെ ആയിരിക്കും മനസ്സ്. അങ്ങനെയുള്ളവരുണ്ട്. എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാല് അത് എന്തായാലും സ്വന്തം വെക്കാൻ കഴിയില്ല. അപ്പൊ ഉടനെ വേറെ ആളുണ്ട്, ആരോടും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടെങ്കിലും പറയൂ. ഓളും അതേമാതിരി തന്നെ, ആരോടും പറയണ്ട. എന്നിട്ട് ആദ്യം പറഞ്ഞ ആൾ എത്തു ആരോടും പറയണ്ട. അപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ തുറന്ന, എന്താ പറയാ, ഒന്നും അങ്ങനെ ചെയ്യുന്നതും നല്ല കാര്യമല്ല. എല്ലാം തുറന്നിടുക എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ എല്ലാം കെട്ടിപ്പൂട്ടി ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. ആരോടും ഒന്നും പറയില്ല. ഒരു സങ്കടം ഉണ്ടായാലും പറയില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കും ഭയങ്കരമായിട്ട്. അപ്പൊ ഈ സങ്കടങ്ങളെല്ലാം കൂടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ, അപ്പൊ പിന്നെയും 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 പൊതിഞ്ഞ്
ഈ ഈ ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പങ്കുവെക്കാൻ തന്നെയല്ലേ. ജീവിത പങ്കാളികളുമായിട്ട് പങ്കുവെക്കാം, നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം, അള്ളാഹുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ അവിടെ പങ്കുവെക്കാം. അള്ളാഹുവിനോട് പങ്കുവെച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാല് അള്ള വേറെ ആരോടും പറഞ്ഞു കൊടുക്കൂല. അതൊരു വലിയ ഗുണമാണ്. രണ്ടാമത്തത്, നമ്മൾ സങ്കടാണ് പറയണെങ്കിൽ അള്ളാഹ്ക്ക് ഭയങ്കര സന്തോഷാവൂല. നമ്മളോട് ഇഷ്ടമുള്ള ഒരാളോട് നമ്മളെ സങ്കടം പറഞ്ഞാൽ ഒരു സങ്കടപ്പെടും. നമ്മളോട് വെറുപ്പുള്ള ഒരാളോട് സങ്കടം പറഞ്ഞാൽ ഒരു ഉള്ളാലെ സന്തോഷിക്കും. ഇത് രണ്ടും അള്ളാഹിനോട് പറയുമ്പോ ഉണ്ടാവൂല. അതാണ് ഒരു വ്യത്യാസം. അപ്പൊ മനസ്സ് തുറക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് റബ്ബിന്റെ അടുത്താണ്. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നത്. പക്ഷെ ആശ്വാസം കിട്ടണമെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചത് ഉരുവിട്ടത് കൊണ്ട് കിട്ടുമൊന്നുമില്ല. കാരണം അവിടെ മനസ്സ് തുറക്കുന്നില്ല, ചുണ്ടു മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. മനസ്സ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭാഷ എന്ന് പറയുന്ന ഒരു സംഗതിന്റെ പരിമിതി ഒന്നും ഉണ്ടാവൂല. പടച്ചവനോട് ഇങ്ങനെ പറയാം, എന്തും പറയാം, വർത്താനം പറയാം, വാശി പിടിക്കാം, വാശി പിടിച്ചിട്ട് പറയാം, കുഞ്ഞു കുട്ടികളെ പോലെ കരഞ്ഞിട്ട് പറയാം, എന്നൊക്കെ ചെയ്യാം. എന്തായാലും നമ്മളെ വിഷയം മനസ്സിനുള്ളിലുള്ളത് അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്, അല്ലാത്ത ആർക്കും അറിയില്ല. മനസ്സ് എവിടെയാണെന്ന് പോലും മനുഷ്യന് അറിയുകയില്ല. അപ്പൊ നീ അവിടെ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചു. ആരെ പറ്റിക്കുന്നത്? നീ നിന്റെ ഒഴികഴിവുകൾ പറയുന്നു. എനിക്ക് അത് കഴിയില്ല, ഇത് കഴിയില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആർക്കും അറിയും? അള്ളാഹ്ക്ക് അറിയാം. നിനക്ക് എത്ര കഴിവുണ്ട്, നിനക്ക് എന്തറിയാം എന്നൊക്കെ ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. നമുക്കിടയിൽ നമുക്ക് അങ്ങനെ പലതും പറയാൻ പറ്റും. ഞാൻ അങ്ങനെ അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും റബ്ബിന്റെ അടുത്ത് പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ യഅലമുല്ലാ, അത് അള്ളാഹുവിന് നന്നായി അറിയാം കേട്ടോ. അപ്പൊ ക്രൈസ്തവരും യഹൂദികളും സാബികളും മജൂസികളും മുശ്രിക്കുകളും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ദുർബല വിശ്വാസികളും മുനാഫിക്കുകളും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഒരു താക്കീതിന്റെ സ്വരം കൂടിയാണിത്. അള്ളാഹുവിന് അതൊക്കെ അറിയാം. നമുക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കെ വെറുപ്പ് അഭിനയിക്കാനും, ഉള്ളിൽ വെറുപ്പുണ്ടായിരിക്കെ സ്നേഹം അഭിനയിക്കാനും ഒക്കെ നമുക്ക് കഴിയും. മനുഷ്യന്മാർക്കിടയിൽ കഴിയും. ചില ആൾക്ക് കൂടുതൽ കഴിയും, ചില ആൾക്ക് കുറച്ച് കഴിയും. ചില ആളുകൾക്ക് വലിയ മനഃശക്തി ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളെ നിന്ന് ഒന്നും കൊണ്ട് എടുക്കാൻ കഴിയില്ല. പോലീസുകാരൊക്കെ ചോദ്യം ചോദിച്ചാല് മനഃശക്തി ഇല്ലാത്തവരാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് പറഞ്ഞു, എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ തന്നെ അന്നെ സ്ഥലത്താണ് എല്ലാം കൂടി. ഇനി അഥവാ ആദ്യം ഒന്ന് കള്ളത്തരം പറഞ്ഞു നോക്കിയാലും ഇവരൊന്നും കൂടി ചോദിച്ചാൽ തന്നെ എന്താവും പറയും. അതിന് അവർക്കൊരു പരിശീലനമൊക്കെ കിട്ടുന്നുണ്ടാവും പോലീസുകാർക്ക്. പിന്നെ മനുഷ്യന്റെ വേറൊരു സാധനം ഉണ്ട്. മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കിയാല് എന്താണ് വർത്താനം പറയുമ്പോ കണ്ണിലേക്ക് നോക്കിയാല് ഒരുവിധം ഉള്ളിലുള്ളതൊക്കെ കണ്ണ് പറയും, അല്ലെങ്കിൽ ആ ഓൻ തന്നെ പറയും. പിന്നെ ഒരാൾക്ക് ഒരാളുടെ കണ്ണിൽ നോക്കാൻ കഴിയുക അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുമ്പോഴാണ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റെസ്പെക്ട്. അത് എനിക്ക് എന്നെ കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കാൻ പറ്റും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി. നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഒരാളുടെ കണ്ണിൽ നോക്കി പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്ന ഒരു കാര്യം, ഒരു കളവ് നിങ്ങൾക്ക് ഒരാളുടെ കണ്ണിൽ നോക്കി പറയാൻ കഴിയില്ല. സാധാരണയിൽ കഴിയില്ല. അപാരമായ കഴിവുള്ള കള്ളന്മാരുണ്ടാവും, ഓലതെല്ലാം പറയും. അത് വേറൊരു കേസാ. അത് അപൂർവമായ സംഭവമാണ്, അപവാദം.
ആ മൊത്തം പറയും. അതെ. ആ ഞാൻ പറയലുണ്ട്, നിങ്ങൾ മുഖത്ത് നോക്കി പറയണം. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ അത് പിന്നെ കള്ളത്തരം ഉണ്ടായിട്ടൊന്നല്ല, ഒരു എന്തോ ഒന്നും ഇല്ലായിട്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പറയാണെങ്കിൽ ഞാനിവിടെ എത്ര മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യം ഐ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ, നമ്മുടെ വിഷയം ഇപ്പൊ അതല്ല. ആ ആ അതെ, മാഷ് പറഞ്ഞ എല്ലാരും കേട്ടോ. കണ്ണുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, അത് ഒച്ചയില്ലാതെ സംസാരിക്കും എന്നാണ്. കണ്ണിലേക്ക് നോക്കിക്കൊണ്ടുവന്നാലും മനസ്സിലാവും. അതുകൊണ്ടാണ് കണ്ണിനെ കുറിച്ച് അത്തരത്തിലുള്ള കുറെ വാക്കുകൾ, കള്ളക്കടക്കണ്ണ് എന്നൊക്കെ പറഞ്ഞു. ആ കള്ളക്കണ്ണ്. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ ആവട്ടെ. അപ്പൊ മനസ്സിനുള്ളിൽ ഒന്ന് വെച്ച് പുറമേക്ക് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ ഒരു പക്ഷെ സാധിക്കും. പക്ഷെ അള്ളാഹു നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ളത് അറിയുന്നവനാണ്. ഒരു ഒഴി കഴിവും പറയാൻ കഴിയില്ല. ഇനി ഇനി നിങ്ങൾ വെളിപ്പെടുത്തി നോക്കുക. വെളിപ്പെടുത്തിയതും ആർക്കറിയാൻ പറ്റും? അള്ളാഹുവിന് അറിയാൻ പറ്റും. ഇത് എന്താന്ന് വെച്ചാല് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകത, ഓൽക്ക് ചെറിയ ചെറിയ കാര്യം അറിയുന്ന പല ആൾക്കാർക്കും വലിയ വലിയ കാര്യം അറിയില്ല. വലിയ വലിയ കാര്യം അറിയുന്ന പല ആൾക്കാർക്കും ചെറിയ ചെറിയ കാര്യം അറിയില്ല. അങ്ങനെ ഉണ്ട് മനുഷ്യന്മാർ. അപ്പോ ഭയങ്കരമായ ഫിസിക്സ് ഒക്കെ അറിയുന്ന ആൾക്ക് ചിലപ്പോ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയില്ല. മനസ്സിലായില്ലേ? ഓനിങ്ങനെ പിന്നെ അല്ലെങ്കിൽ കെമിസ്ട്രി പിന്നെ ലാബിലൊക്കെ വെച്ച് പല സാധനം പോലും ഉണ്ടാക്കിണ്ടാവും. അപ്പൊ നമ്മള് എടുത്ത് ഇനി നല്ലോണം ഒരു ചമ്മന്തി ഉണ്ടായിക്കൊണ്ടാകുന്ന അവന് കഴിയില്ല. നല്ല ചമ്മന്തി ഉണ്ടാക്കുന്ന ആളുണ്ടോ, 12 തരം 18 തരം ചമ്മന്തിയൊക്കെ ഉണ്ട്. ഓലോട് പിന്നെ ഒരു ഫിസിക്സ് വെച്ചാൽ ഓൽക്ക് 13 വയസ്സുള്ള ഒരു കുഞ്ഞന് ഓനതാന്ന് അറിയാം. ഓനെ പല ആളെടുത്തും കൊണ്ടുപോയി ഇതുപോലെ എന്തോ തരാറുണ്ട്. സംഗതി മനസ്സിലായോ? നമ്മളെ പല കുട്ടികളെയും കഴിവുകള് ഓൽക്ക് തരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളില്ലാണ്ടാക്കിയതാണ്. ചിലപ്പോ ഓൽക്ക് വലിയ കഴിവൊക്കെ ഉണ്ടാവും, പക്ഷെ ആ കഴിവ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഓന് പഠന വൈകല്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോയി. അതെ. അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പൊതുവായ ക്രൈറ്റീരിയ എല്ലാത്തിനും ഉണ്ട്. അതിലൊതുങ്ങാത്തതൊക്കെ തകരാറായിട്ടാണ് പൊതുസമൂഹം കാണുക. എന്നോട് ഇപ്പൊ അടുത്ത് 85-ലധികം പ്രായമുള്ള ഒരാളായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പൊ അയാള് ഇപ്പൊ അടുത്ത് എന്തോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകണം ആസ്പത്രിയിലേക്ക്. അതെന്നെ ബസ്സിലോ കാറിലോ പോലും പോയത്, ആംബുലൻസിൽ തന്നെ പോകണം. അങ്ങനെ അന്നേരം എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാനും അയാളും പോലെ ബന്ധം ദുനിയാവിൽ ആരും ഇല്ലായിട്ടൊന്നല്ല. എന്തോ അന്നേരം മുമ്പർക്ക് എന്നെ വിളിക്കാനാ തോന്നി. എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ആസ്പത്രിയിൽ കാണിക്കാൻ വന്നത്, എന്നോട് ആംബുലൻസിലേ പോകാവൂ എന്നാണ് ഡോക്ടർ പറയുന്നത്, മെഡിക്കൽ കോളേജിൽ പോകണോ. ഞാൻ നിങ്ങളെ കൂടെ ആരെങ്കിലും ഉണ്ടോ? മോനൊക്കെ ഉണ്ട്. എന്നാ മോനോട് പറയും വേഗം ആംബുലൻസ് വിളിച്ചിട്ട് പോയിക്കോളെ. പോവാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊക്കെ നമ്മൾ പിന്നെ ആലോചിക്കാം. പെട്ടെന്ന് ഇങ്ങനെ പോയിക്കോളിയാ, നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. അങ്ങനെ പോയി നോക്കുമ്പോ ചെറിയ എന്തോ ഒരു വേരിയേഷൻ ഒക്കെ ഉണ്ടാക്കുക, റെഡിയായി. പിന്നെ ഞാൻ അദ്ദേഹത്തെ ആശ്വാസത്തോടെ വിളിച്ച് സംസാരിച്ചപ്പോ മൂപ്പര് സാധാരണ എന്നോട് പല ആശങ്കകളും പറയുന്ന ആളാണ്. സമൂഹത്തെക്കുറിച്ച്, അവരുടെ ചിന്തയെക്കുറിച്ച്, ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് പല സംഗതികളും പറയും. പറയുന്നത് കേട്ടാൽ തോന്നുക ഇയാൾ ഭയങ്കരമായ എവിടെയൊക്കെ പഠിച്ച് എന്തല്ലോ ഒന്നുമില്ല, ഒരു സാധാരണ കർഷകൻ, ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഈ പറയുന്ന സംഗതികളൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാല് ഇതൊന്നും പറയേണ്ട ആളാണ് നിങ്ങള് ആരോടാണോ പറയുന്നത് ഓൽക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ അതിപ്പോ എനിക്ക് കുറേശ്ശെ മനസ്സിലായി തുടങ്ങിയത്. അതെന്താ?
ഞാനിങ്ങനെ സങ്കടപ്പെടലേ, ഞാനിത് പറഞ്ഞിട്ട് പറ്റിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി. എന്താണ് ഇത്? പിന്നെ ഇവർക്ക് മനസ്സിലാവാത്തത് എന്റെ കുഴപ്പമല്ല, ഓലെ കുഴപ്പമല്ല എന്നിപ്പൊ എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ വിചാരിച്ചത് ഇറ്റിങ്ങളെ കുഴപ്പമാണിത്, ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, ഞാൻ പറയേണ്ടത് മനസ്സിലാവാത്തത് അവരുടെ കുഴപ്പമല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന എന്റെയും കുഴപ്പമല്ല എന്ന് എനിക്കിപ്പൊ മനസ്സിലായി തുടങ്ങി വരുന്നുണ്ട്. എപ്പോഴാ തുടങ്ങി വരുന്നത്? 85 കഴിഞ്ഞതിന്റെ ശേഷം. അൽഹംദുലില്ലാ, വലിയൊരു സംഗതിയാണല്ലോ അത്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ പറയണത് നമ്മളെ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവാഞ്ഞാല് നമ്മൾ വേറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാര്യം? അത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ചിലത് അങ്ങനെ ഉണ്ട്. ചിലത് ആളെ നോക്കൂ, ഇതിപ്പം പറയേണ്ടല്ലോ എന്ന് പറയും. ചിലത് നിങ്ങൾ പറയണ കാര്യം അംഗീകരിക്കൂല, അതേ കാര്യം വേറെ ഏതൊരാൾ പറഞ്ഞാൽ മൂപ്പർ അംഗീകരിക്കും. അങ്ങനെ ഓളിപ്പാരാ പറയാന്നായിരിക്കും വിചാരിക്കുന്നുണ്ട. തിരിച്ചും ഉണ്ടാവും. അപ്പൊ ചോദിക്കുക, എന്നോട് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു, എനിക്ക് എന്നിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് മൂപ്പര് ദേഷ്യം പിടിക്കും. ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളിത് പറയാൻ മാത്രം ഉണ്ട് നോക്കി തോന്നണ്ടേ ആദ്യം. ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഇതൊക്കെ മനുഷ്യരുടെ എന്താ പറയാ പരസ്പര ഇടപഴകലുകളിലുള്ള ഒരു സയൻസാണ്. അള്ളാഹുവിനാണ് ശരിക്കും അറിയുള്ളൂ നമ്മൾ എന്താ പറയണമെന്ന്, നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ശരിക്കും അറിയാതിരിക്കാണ് അള്ളാഹ്. ഇത് താക്കീതാണ്, ഇത് സന്തോഷ വാർത്തയാണ്. എന്താണ് താക്കീത്? നിങ്ങൾ ഒളിച്ചു വെച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് അള്ളാഹു കണ്ടെത്തും. സന്തോഷ വാർത്ത എന്താണ്? നിങ്ങൾ പറയണേ ചുറ്റിലുള്ള ആർക്കും തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബേജാറൊന്നും ആകണ്ട, നിങ്ങളെ നെയ്യത്തും നിങ്ങളുടെ താല്പര്യങ്ങളും ഒക്കെ ആർക്കറിയാം? അള്ളാഹുവിനാണ്. അള്ളാഹു എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളുമായി അതിനെ ചേർത്ത് വെക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്, വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ളത് മാത്രമല്ല അള്ളാഹ്ക്ക് അറിയാം, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ള സകലതും അള്ളാഹുവിനറിയാം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അള്ളാഹുവിന് കഴിയാത്തതായി യാതൊന്നുമില്ല. ഇപ്പൊ മനുഷ്യൻ വലുതറിയണവന് ചെറുതറിയില്ല, ചെറുതറിയണവന് വലുതറിയില്ല. പക്ഷെ അള്ളാഹുവിന് വലുതും അറിയാം, ചെറുതും അറിയാം. വലിയ കാര്യങ്ങൾക്കും കഴിവുണ്ട്. ഇപ്പൊ നമ്മള് ആലോചിച്ച് നോക്കുക, സൗരയൂഥം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത്രേ. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് അത്രേ. അല്ലാണ്ട് ഇപ്പൊ എന്തുണ്ട്? സൗരയൂഥം. ആകാശത്ത് കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യന്റെ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞളിക്കണവരാണ് ഈ ഭൂമി, പിന്നെ ചൊവ്വ, ബുധൻ, വെള്ളി ഉണ്ടോ? വെള്ളിയില്ല. പിന്നെ ശനിയുണ്ട്. ഏതോ ഒന്നിനെ ഇപ്പൊ അടുത്ത് കാണാണ്ടായല്ലോ. നമ്മള് സ്കൂളിൽ പോകുമ്പോഴൊന്നും ഇപ്പൊ കാണാണ്ടേ. ഏതോ ഒന്ന് പോയി, വേറെ ഒന്ന് വന്നല്ലോ, വേറെ ഒന്ന് പുതിയ പേര്. അങ്ങനെ 9 തേഞ്ഞെന്നാ പറയുന്നത്. നവഗ്രഹങ്ങൾ ഇതൊക്കെ ഈ ഭൂമിനെ ചുറ്റിപ്പറ്റി തിരിഞ്ഞളിക്കണവരാണ്. അല്ല സോറി, സൂര്യനെ. ഇതേപോലെ വേറെ സൂര്യന്മാരോ വേറെ അതിന് ചുറ്റുന്നത് വേറെ ഉണ്ടോ? ഉണ്ടാവും. അപ്പൊ ലോകത്ര വലുതാണ്. ഈ സകല സംഗതികളും നിയന്ത്രിക്കണവനാണല്ലോ ഈ റബ്ബ്. ആ റബ്ബാണല്ലോ ഞമ്മളത്തിരിപ്പോന്നെ ആൾക്കാരെ ഹൃദയത്തിലുള്ളതും അറിയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ സംഗതിന്റെ ഇടയിൽ എവിടെ ഇപ്പൊ ഇതിന് നേരം എന്നാണല്ലോ നമ്മൾ സാധാരണ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുക. ഇത്രയും വലിയ കണക്ക് കൂട്ടുന്നതിന്റെ ഇടയിൽ ഇതിനെപ്പറ്റി അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ഖബീർ, വളരെ ചെറുത് സൂക്ഷ്മമായത് പോലും അള്ളാഹു പറയും. ഇത്രയും വലിയ സംഗതി അള്ളാഹു തന്നെ നടത്തും. നമ്മളെപ്പോലുള്ള ചെറിയൊരാള് പഠിച്ചോനെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്ക് ബസ് പോയരുതേ എന്ന് തോരുന്നാല് അതും കേൾക്കും. ഇതാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചെറിയൊരു സംഗതി ആയിരിക്കും പറയുന്നുണ്ടാവുക. നമ്മളെ ചിന്നം വിരലിന്റെ നഖത്തിന്റെ ഒരു ചെറിയ മുറിവായിരിക്കും നമ്മളെ സങ്കടവും. ലോകത്ത് ഭക്ഷ്യപ്രതിസന്ധിയും ഭയങ്കരമായിരിക്കും മനുഷ്യന്മാരെ സങ്കടം. ഈ സൗരയൂഥത്തിന് വേറെ തന്നെ ഒരു നിയമ വ്യവസ്ഥയും കാര്യം. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വേറെ. ഇനി കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളോളം സഹസ്രാബ്ദങ്ങളോളം
ഉള്ള മനുഷ്യന്മാരുടെയും ഇനി വേറെ ഏതോ ഗ്രഹത്തിന് ജീവനുള്ളവരുണ്ടെങ്കിൽ അവിടുത്തെയും അതൊക്കെ നിയന്ത്രിക്കുന്നവര് അല്ല. അപ്പൊ ചെറുത് മാത്രമല്ല വലുതും, നിങ്ങളുടെ മനസ്സിലുള്ളത് മാത്രമല്ല, ആകാശഭൂമികളിലുള്ള സകലതും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹു നിങ്ങൾക്ക് പോരെ എന്നാണ് നമ്മളോട് അള്ളാഹ് ചോദിക്കുന്നത്. ഇങ്ങനൊക്കെ ഉള്ള ഒരു അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ ആ അള്ളാഹിനോട് അടുത്തോളൂ, നിങ്ങൾ ആ അള്ളാഹിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, ആ അള്ളാഹുവിൽ വിശ്വസിച്ചോളൂ, ആ അള്ളാഹ് പറഞ്ഞത് കേട്ടോളൂ എന്ന് പറയുമ്പോ ഇതാ നന്ദി കെട്ട വിവരമില്ലാത്ത മനുഷ്യൻ എന്നാലും എന്ന് പറയുന്നു. ഇവിടെ ആ യൗമ തജിദു, അതിനെ കുറിച്ച് അടുത്ത് പറയാം. ഒരു ദിവസമുണ്ട്, തജിദു കണ്ടെത്തുന്ന ദിവസം, കുല്ലു നഫ്സിൻ ഓരോരുത്തരും, ഓരോ ആത്മാവെന്ന് വേണേ പറയാം, ഓരോ ആത്മാവും കണ്ടെത്തുന്ന ദിവസമാണ് മാ അമിലത് ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ ഫലം, മിൻ ഖൈർ നന്മയിൽ നിന്ന്, അല്ലെങ്കിൽ നന്മയായിട്ട് താൻ ചെയ്ത കാര്യങ്ങൾ, മുഹ്ളറൻ അത് ഹാജരാക്കപ്പെട്ടു, വമാ അമിലത് മിൻ സൂഅ ചീത്ത കാര്യങ്ങൾ അത് ഹാജരാക്കി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല, മറ്റേത് ഹാജരാക്കുമ്പോൾ തന്നെ ഇതും ഹാജരാക്കും. തവദ്ദു ആഗ്രഹിക്കുന്നു, ലൗ അന്ന ബൈനഹാ വബൈനഹു അതിന്റെയും ഇതിന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹാജരാക്കപ്പെടുന്ന നന്മയുടെ അല്ലെങ്കിൽ ഈ ഹാജരാക്കപ്പെടുന്ന തിന്മയുടെയും ഈ ദിവസത്തിന്റെയും ഇടയിൽ എന്താണ്? അമദൻ ബഈദ ഒരുപാട് ദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന സമയം. വയുഹദ്ദിറുക്കും നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു. എന്താണ് താക്കീത് നൽകുന്നത്? നഫ്സഹു അവനെ പറ്റി തന്നെ, അല്ലെങ്കിൽ അവന്റെ ശിക്ഷയെ കുറിച്ച്. വല്ലാഹു റഊഫും ബിൽ ഇബാദ് അള്ളാഹു തന്റെ അടിമകളോട് പരമദയാലുവാകുന്നു. അമലുകൾ എങ്ങനെയാണ് ഹാജരാക്കപ്പെടുക? അമലുകൾ എങ്ങനെയാണ് ഹാജരാക്കപ്പെടുക? ഇപ്പൊ നിസ്കാരം നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞില്ലേ, നോമ്പ് നോറ്റ് കഴിഞ്ഞില്ലേ, സദഖ ചെയ്ത് കഴിഞ്ഞില്ലേ, നല്ല വർത്താനം പറഞ്ഞു കഴിഞ്ഞില്ലേ, ആ പറഞ്ഞു കഴിഞ്ഞ സാധനമൊക്കെ എങ്ങനെയാണ് തൂക്കുക? സഖുലത്ത് മവാസീനുഹു അല്ലെ, ഹഫത്ത് മവാസീനുഹു എന്നൊക്കെ പറയുന്നു. ത്ലാസിൽ തൂക്കുക. ഇത് തൂക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക എന്നാണ്. തൂക്കാൻ പറ്റുമോ? ഈ അമലുകളൊക്കെ എങ്ങനെ തൂക്കും? അമലൊക്കെ ചെയ്ത് കഴിഞ്ഞ സംഗതി ആ തുലാസിൽ തൂക്കും എന്ന് തന്നെ പറയും. മീസാനെ കുറിച്ച് തന്നെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് തൂക്കുക? പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഓരോന്നിന്റെയും വെയിറ്റേജ് എന്താണ് എന്നുള്ളത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഇപ്പോ നിസ്കാരത്തിൽ തന്നെ എല്ലാവരും നിസ്കാരത്തിനും ഒരേ വെയിറ്റ് ആയിരിക്കൂല, ഒരേ വെയിറ്റ് ആയിരിക്കൂല. ഇപ്പൊ ഇവിടെ ഇരിക്കണേ നമ്മളെല്ലാവരും നിസ്കരിച്ച ആൾക്കാരാണ്. നമ്മളെല്ലാവരും എല്ലാ വക്ത് നിസ്കാരത്തിനും ഒരേ വെയിറ്റ് ആയിരിക്കൂല. നമ്മുടെ തന്നെ ഓരോ നേരത്തെ നിസ്കാരത്തിന്റെ വെയിറ്റും വ്യത്യാസം ഉണ്ടാവും. റക്അത്ത് 2 തന്നെയാണ് സുബഹി, മാറ്റല്ല, അതിൽ മാറ്റല്ല. പക്ഷേ ഞാൻ നിസ്കരിച്ച സുബഹിന്റെ ആ 2 റക്അത്തിന്റെ വെയിറ്റ് ആയിക്കൊള്ളണമെന്നില്ല വേറൊരാളുടെ. രണ്ടും വ്യത്യാസമുണ്ട്. ഇശാസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ, നല്ല അന്തരീക്ഷത്തിൽ സുഖകരമായി ഉറങ്ങിയ ഒരാള്, അയാള് അലാറം വെച്ചിട്ടോ വെക്കാണ്ടോ സുബഹിക്ക് എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ചു. വേണമെങ്കിൽ പിന്നെയും കിടന്നുറങ്ങി വിചാരിച്ചോളി. വേറെ ഒരാള് കുഞ്ഞിന് മുല കൊടുത്തിട്ട് ഒരു നേരം പോലും ഉറങ്ങാൻ കഴിയാണ്ട്, കുട്ടിക്ക് വേറൊരു സുഖമുണ്ട് പോലെ നമ്മള് പണിയെടുക്കുമ്പോൾ സുഖമായിട്ട് കിടന്നു പോകുന്നു. പിന്നെ മൂപ്പര് എണീക്കപ്പോഴെന്ന് വെച്ചാല് എപ്പോഴും ഉറങ്ങാതെ എടുത്ത് അങ്ങനെ നേരം വെളുക്കുന്നവരെ ഒരു ഓളെ കണ്ണടയ്ക്കാൻ കഴിയാത്ത ഒരാള് ബാങ്ക് കൊടുക്കാൻ നേരത്തെ നല്ല അപ്പൊ കുഞ്ഞനൊന്ന് ഉറങ്ങി. അപ്പൊ സുഖമായിട്ട് ഉറക്കം വരുമ്പോഴാണ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. അങ്ങക്ക് അത് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ വരെ കിടന്നുറങ്ങിയില്ല എന്ന് പറയാതെ
അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അന്നേരം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ നിയ്യത്തിനും ആ പ്രവർത്തനത്തിനും ഉള്ളൊരു വെയിറ്റ് വേറെ ഉണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. അപ്പൊ വെയിറ്റ് വ്യത്യാസം. 1 കോടി രൂപ കയ്യിലുള്ള ഒരുത്തൻ 100ന്റെ ഒരു നോട്ട് അങ്ങോട്ട് കൊടുത്തു, മനസ്സിലായോ? അതേ സമയത്ത് ആകെ 150 രൂപ കയ്യിലുള്ള 100ന്റെ നോട്ട് കൊടുത്ത് 100ന്റെ നോട്ട് 100 രൂപയ്ക്കുള്ള സാധനം തന്നെ കിട്ടുള്ളൂ, പക്ഷെ കൊടുത്ത വെയിറ്റിന് വ്യത്യാസം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാല് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, പറയാം. വെയിറ്റ് വ്യത്യാസമുണ്ട്, ഓരോ അമലിന്റെയും വെയിറ്റിന് വ്യത്യാസം. അപ്പൊ സാധ്യതക്കനുസരിച്ച് ബാധ്യത. അങ്ങനെ വരുമ്പോൾ ആ കനം തൂക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അവിടെ എന്ത് നോക്കിയിട്ടല്ല തൂക്കുക? ഒരാൾ 1000 ദിക്റില്ലേ, 1000 എണ്ണം. ഒരാൾ ഒറ്റ അൽഹംദുലില്ലാ പറഞ്ഞു, ചിലപ്പോ ഈ അൽഹംദുലില്ലാഹ് 1000-നേക്കാളും വലുത്. കാരണം ഈ പറഞ്ഞ നേരം, അതിന്റെ പശ്ചാത്തലം, അതിന്റെ നിയ്യത്ത്, അതൊക്കെ പ്രധാനമായിരിക്കും. ഇതിനെക്കുറിച്ചാണ് സക്കുലത്ത് മവാസീനും ഖഫത്ത് മവാസീനും, തൂക്കം കൂടുക തൂക്കം കുറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊന്നുള്ള എന്താന്ന് ചോദിച്ചാൽ, അമലുകൾക്ക് ഒരു രൂപം നൽകും അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അമലുകൾക്ക് ഒരു രൂപം നൽകും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ കുളിപ്പിച്ച് ആരോ കുളിപ്പിക്കൂലേ? ആ ബോധപ്പം തന്നെ ഉണ്ടാകണം, നല്ലതാണ്. നമുക്ക് ഇങ്ങനെ കിടക്കാനല്ലാണ്ട് ഒന്നിനും കഴിയൂലാന്ന്, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരും ചെയ്യുന്നൊക്കെ പറയണവനെയും വേറൊരുത്തം കുളിപ്പിക്കേണ്ടതാണെന്നുള്ളൊരു ബോധം ഉണ്ടാകണം, അല്ലാണ്. അപ്പൊ കയ്യെടുത്ത് അങ്ങോട്ട് വെക്കുമ്പോ അങ്ങോട്ട് വെക്കുക, അല്ലാണ്ട് എന്താക്കാനാണ് നോക്കാൻ. കഴിഞ്ഞിട്ട് കഫൻ പുടവ ഉടുപ്പിക്കൂലേ? അതിന് 3 കെട്ട് കെട്ടു, 3 5 ഒക്കെ ആവശ്യത്തിനനുസരിച്ച് കേട്ടാ. ഇത് ഖബറിൽ വെക്കുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല, ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ട് കെട്ടം കഴിച്ചിട്ടുണ്ട്. ഊരാൻകുടുക്കില്ലേ, ഊരാൻകുടുക്ക്, ഊരാൻകുടുക്ക് ഇട്ടിട്ടാണ് കെട്ടുക. 3 കെട്ടാന്ന് വെച്ചാൽ നല്ല തടിച്ചു വീർത്ത ആൾക്ക് ചിലപ്പോ 3 മതിയാവൂല കെട്ട്. അപ്പോ തുണി ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെയും കെട്ടാം. അപ്പൊ ഇങ്ങനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഊരാൻകുടുക്ക് ഊരിയിട്ടാണ് ഇടും. എന്തിനാ? അത് വേറൊന്നിനുമല്ല, വേഗം മണ്ണോട് ചേരാൻ. ഈ പുഴുക്കൾക്കും പ്രാണികൾക്കും കീടങ്ങൾക്കും ഒക്കെ കെട്ടിന്റെ ഉള്ളിൽ കൂടി പോവാതെ തുണിയും ദ്രവിച്ചതിന്റെ ശേഷം എത്തേണ്ട സാഹചര്യം ഉണ്ടായത്, ഇത് വേഗം പോയിക്കോട്ടെ എന്നുള്ള. എന്നിട്ട് അതിന്റെ മുകളിൽ മൂടുകല്ല് വെക്കും. ചിലയിടത്ത് സ്ലാബാണ്, ചിലയിടത്ത് ഉരുടീസാണ്, ചിലയിടത്ത് മരമാണ്, എന്തായാലും എന്തോന്ന് വെക്കുക. എന്നിട്ട് മണ്ണിടും, എല്ലാരും പുരയിലേക്ക് പോകും. പിന്നെ പുരയില് തസ്ബീഹത്ത് സുന്നത്തായിട്ട് വരുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കാനും ഓരോട് വർത്താനം പറയാനും ഒക്കെ ഉള്ള പണിയും തിരക്കിലും ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള സംഗതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഖബറിലുള്ളോലോ, അവിടെ തസ്ബീഹത്തും ഇല്ല. അവിടെ കാണാന് ആരാണ്? നാട്ടുകാർ മൊത്തം വരുന്നില്ല, ബന്ധങ്ങൾ വരുന്നില്ല, ആരും വരുന്നില്ല, ഒന്നുമില്ല. അത് വല്ലാത്തൊരു പുരയാണ് പിന്നെ നമ്മൾ കൂടുന്നത്. ഇവിടുന്ന് കോഴിക്കോട്ട് എത്തിയാൽ തന്നെ നമ്മൾ വിളിച്ചു നോക്കും, നിങ്ങൾ അവിടെ എത്തിയോ അല്ലേ? പല പുരയിലേക്ക് വിളിച്ചു നോക്കൂ, ഒരു വിളിച്ചു നോക്കലുമില്ല ആളെ. ആ സമയത്ത് വീണ്ടും ബർസഖിലേക്ക് റൂഹ് വരികയാണ്. ആ റൂഹ് വരുമ്പോ നമ്മൾ ഒറ്റക്കാണ്, പറയാനില്ല. ആ നേരത്ത് അതാ വളരെ പേടിപ്പെടുത്തുന്ന ഭയങ്കരമായ ഒരു രൂപം വന്ന് മുന്നിൽ നിൽക്കുന്നു. ആരാളുള്ള രക്ഷയ്ക്ക് ആരില്ല. അപ്പൊ ചോദിച്ചു പോയിച്ച് ആരാണ്? ആ ഹദീസിൽ പറയാണ്, അന മാലുക വ അന കൻസുക, ഞാൻ നിന്റെ സമ്പത്താണ്, ഞാൻ നിന്റെ സമ്പാദ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് സമ്പാദ്യമൊക്കെ ലോക്കറിലാണെന്നാണ്. ലോക്കറിലുള്ള സമ്പാദ്യം, അതിന്റെ അനന്തരാവകാശമുള്ള ആരാണ്? ഒരു വെച്ചെടുത്തോളൂ. ആ സമയത്ത് നമ്മളെത്ത് ഈ കോലത്തിലാണ്. അപ്പൊ ആ കോലത്തിൽ വരുന്നത് നമ്മളെ സമ്പാദ്യം, നമ്മൾ തെറ്റായ വഴിക്കാണ് സമ്പാദിക്കുന്നത്, ചെലവഴിക്കുന്നത് എങ്കിൽ
സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, പലിശ വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ സംഭവിക്കുന്നത്, ലോട്ടറി എടുത്തതാണെങ്കിൽ ഒക്കെ സംഭവിക്കുന്നത് അനമാലുക്ക വ അനക്കൻസുക, ഞാനാണ് നിന്റെ സമ്പാദ്യം. അപ്പൊ സമ്പാദ്യത്തെ എങ്ങനെയാ കാണുന്നത്? ഒരു രൂപമായിട്ട് കാണും. ഇനി വേറെ ഇതിന്റെ നേരെ മറുവശമുണ്ട്. നല്ല സൗന്ദര്യത്തോടു കൂടി സുഗന്ധപൂരിതമായ രീതിയിൽ മുന്നിൽ വന്നു നിൽക്കുന്ന ആളെ കണ്ടിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ ആരാ? നീ ചെയ്ത അമലാണ് ചങ്ങാതി. അപ്പൊ ചില ആൾക്കാരെടുത്ത് നിൽക്കാൻ തന്നെ നമുക്ക് ഇഷ്ടമായിക്കും, അല്ലെ? ചില ആളുകളെടുത്ത് നിൽക്കാൻ തന്നെ ഇഷ്ടമായിക്കും. ചില ആളുകളുടെ സാമീപ്യം നമുക്ക് വലിയ താല്പര്യമായിരിക്കും. അപ്പൊ ആ താല്പര്യമൊക്കെ ദുനിയാവിലുള്ളതാ. പക്ഷെ അതിനേക്കാൾ എത്രയോ മടങ്ങ് താല്പര്യമുള്ള ഒരു രൂപത്തിലാണ് അമലുകൾ അവിടെ വന്ന് നിൽക്കുക, സൽക്കർമ്മങ്ങളാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഒക്കെ തന്നെ അതിന് രൂപം നൽകപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടുന്ന സ്ഥിതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ഒറ്റക്കാകുന്ന ഖബറിലേക്ക്, മുന്നിൽ അമലുകൾ മാത്രം ഹാജരാക്കപ്പെടുന്ന ഖബറിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ദൂരം എത്രയാണ്? എത്രയൊന്നുമില്ല. ഇപ്പൊ ആണെങ്കിൽ ഒരു നാളെ ഈ നേരം നമ്മളൊക്കെ എന്താവും, കാണേണ്ടവരൊക്കെ കണ്ട് വരേണ്ടവരൊക്കെ വന്ന് സംഗതിയൊക്കെ തീരുമാനമായി അങ്ങ് പോകും. അടുത്ത ഞായറാഴ്ച ആരാണോ ക്ലാസ് എടുക്കണ അയാൾ ഇവിടുന്ന് ഒന്ന് ദ്വാരക്കും, കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് ക്ലാസ് എടുത്ത ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര ദൂരമുള്ളൂ. പോയവരൊക്കെ അങ്ങനെയാ പോയത്. നമുക്കും പോകാനുള്ള അങ്ങനെ തന്നെ. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കാര്യം മാറ്റി വെച്ചിട്ട് മനുഷ്യന്മാരെ കാര്യം ഇത്രേ ഉള്ളൂ എന്ന് പറയും. ആ മനുഷ്യന്മാരെ കൂട്ടത്തില് ഇയും പെടുക എന്നത് നമുക്കറിയില്ല. അവിടാണ് എന്റെ പ്രശ്നം. അപ്പോൾ പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്നും അതൊരു പ്രത്യേക ദിവസമാണെന്നും അവിടെ അമലുകൾ ഹാജരാക്കപ്പെടും, അത് കാണും, അതേ കാണും, വേറെ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ഞാനുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞവരൊന്നുമില്ല, ആരുമില്ല കൂടെ, ഉള്ളത് അമല് മാത്രം. എന്നിട്ട് അള്ളാഹു പറയാണ്, അള്ളാഹു നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്, നഫ്സഹു, അള്ളാഹുവിനെ കുറിച്ച് തന്നെ, അവന്റെ ശിക്ഷയെ കുറിച്ച് തന്നെ. ഉടനെ അള്ളാഹ് പറയാണ്, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു അങ്ങനെ താക്കീതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാകെ നിരാശപ്പെട്ട് ഞാൻ ഇനി എന്താക്കോ, എനിക്കൊരു മാർഗവും ഇല്ലല്ലോ എന്നൊന്നും വിചാരിക്കല്ലേ. അള്ളാഹു അവന്റെ അടിമകളോട് പരമദയാലുവാണ്, അങ്ങേയറ്റത്തെ ദയ കാണിക്കുന്നവനാണ്. പക്ഷെ നിങ്ങള് ഇപ്പം തിരുത്തണം. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു സമയമുണ്ട്. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം മരിക്കുന്നത് കണ്ട ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. മരിക്കുന്നത് കാണുമ്പോ എനിക്കാരുണ്ട് എന്ന് നൊലോത്സോൽക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവൂല. കാരണം ഓലിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. ശാന്തമായി മരണത്തെ നോക്കി നിൽക്കാൻ, നമ്മളെ മടിയിൽ കിടന്നൊക്കെ മരിച്ചത് നോക്കി നിൽക്കാൻ കഴിഞ്ഞവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് റൂഹ് പോവാന്ന്. അങ്ങനെ നിശ്ചലമായി അവസാനം അവിടെ എത്തും. അതാണ് അല്ലേ, തൊണ്ടക്കുഴിയിലെത്തും. അങ്ങനെ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മളോടൊന്നല്ല വർത്താനം. മലയാളമല്ലാത്ത ഒരു ഭാഷ അറിഞ്ഞുകൂടാത്ത, മലയാളം തന്നെ എനിക്ക് ഇജ്ജി അജ്ജി എന്നൊക്കെ പറയുന്ന ആള് വേറൊരു ഭാഷ സംസാരിക്കും. അപ്പൊ സംസാരം നമ്മളോടല്ല, സംസാരം വേറെയാണ്. നമ്മൾ പറയണത് അതിനും മനസ്സിലാവണില്ല, അത് പറയണേ നമുക്ക് മനസ്സിലാവണില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. മോശപ്പെട്ട ആളാണെങ്കിൽ പറയുന്നുണ്ടാവുക റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ, അത് അറബി പറയണമെന്നൊന്നുമില്ല. എന്താ പറഞ്ഞതിന്റെ മാന, ജിപ്പ് എന്നെ പിടിച്ചോണ്ടോ അല്ലേ, കുറച്ചും കൂടി ഇത്രേ നേരം ഉണ്ടായിട്ട്, കുറച്ചു നേരം ഒന്നല്ല, 10-65 കൊല്ലായിട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ അന്നേരം ഒന്നും ചെയ്തില്ല. ഇനിയിപ്പൊ കുടിക്കാൻ വരുമ്പോ പറയണേ, അങ്ങനെ പറയിക്കും. അല്ലെങ്കിൽ പിന്നെ കൊച്ചു വർത്താനം പറയുമായിരിക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ടാവും മലക്ക്. വലൈക്കും അസ്സലാം, എന്തൊക്കെ വർത്താനം,
അൽഹംദുലില്ലാ റാഹത്താണ്. എന്നാ പോവല്ലേ? ആ പോവാ. അതിനെന്നല്ലേ കാത്തിക്കണത്. എന്താ കാണുന്നത്? അത് സ്വർഗാണ്. ഇവരൊക്കെ ആരാണ്? ഇതൊക്കെ സ്വർഗത്തിലെ പ്രത്യേക പടപ്പുകളാണ്, ഊർലിയങ്ങളാണ്, അല്ല വേറെ എന്തൊക്കെയാണ്. ആ അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടതൊക്കെ നേരിനാണല്ലോ, അൽഹംദുലില്ലാ വലിയ സംഗതിയാണല്ലോ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. നല്ല ആളാണെങ്കിൽ. ചീത്ത ആളാണെങ്കിൽ ഈ പിടിക്കാൻ വന്ന ആളെ കണ്ട് ബേജാറായിട്ട് പറയും. അപ്പൊ ഭാഷ മാറും, സംസാരത്തിന്റെ രീതി മാറും, നോട്ടം മാറും, ഇതെല്ലാം മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ എത്ര മിനിറ്റാ നേരമുള്ളത്? നമ്മൾ വിചാരിക്കുന്നത് എന്നോ ആണ് എന്നാണ്. അങ്ങനെ ഉണ്ടാവും എന്നോന്നല്ല, ഇപ്പോ ഏത് നിമിഷവും ആവണം. അതിന്റെ മുമ്പ് മാറണം എന്നാണ് അള്ള പറയുന്നത്. ഫിർഔൻ തന്നെ മാറിയിട്ടുണ്ട്. എപ്പോ? തൊണ്ടക്കുഴിയിൽ എത്തിയപ്പോ. അപ്പൊ അള്ള പറഞ്ഞു എന്റെ തൗബ ഇവിടെ വേണ്ട, ടൈം കഴിഞ്ഞു പോയി, എടുക്കൂല. അപ്പൊ അതിനു മുമ്പ് മാറണം. റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ അടിമകളോട് പരമദയാലുവാണ്. ഖുൽ, ഇനിയും പറയുക നബി. കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഇൻ കുൻതും തുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ. അപ്പോൾ നമ്മൾ വിചാരിക്കണത് മാപ്പിളാർ അള്ളാഹിനെ പറ്റിയാണ്. അല്ല, അത് മാറിയില്ലേ? അൽഹംദുലില്ലാ. എല്ലാവരും ദൈവമാണ് എന്ന് വിചാരിക്കുന്ന സാക്ഷാൽ ദൈവം, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ, എല്ലാവർക്കും ദൈവപ്രീതി കിട്ടണം എന്ന് ആഗ്രഹമുണ്ടല്ലോ, അല്ലേ? ദൈവം സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ദൈവത്തെ, പരമേശ്വരനെ, ജഗദീശ്വരനെ, കർത്താവിനെ, യഹോവയെ, ആരോ ആവട്ടെ നിങ്ങൾ പേര് പറയണെന്ന്, ആ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്നേഹിക്കുന്നുണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിന്തുടരുക. അപ്പൊ നിങ്ങൾ പരബ്രഹ്മത്തെ, അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിനെ പിന്തുടരണം. കർത്താവായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിനെ പിന്തുടരണം. നിങ്ങളാ മുസ്ലിം സമുദായത്തിനോടാ പറയണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരണം. നിങ്ങൾ എന്തിനാ ഈ കാര്യം ചെയ്യുന്നത്? അത് അള്ളാഹിനോടുള്ള കൂലിറ്റാനും അള്ളാഹിനോട് സ്നേഹം ഉണ്ടായിട്ട്, അള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം, മാതൃകയില്ലാത്ത ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി കിട്ടണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹിന്റെ പ്രീതി കിട്ടാനുള്ള എല്ലാം ഒന്നും നബിക്ക് പറഞ്ഞു തന്നില്ല എന്ന് വിചാരിക്കലാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചിലപ്പോ ചോദിക്കില്ല, അത് നല്ലതല്ലേ, അതിനിപ്പോ എന്താ, ആ ദിക്ർ അത് നല്ലതല്ലേ, അങ്ങനെ കുത്തിരിഞ്ഞ് ചൊല്ലല് അത് നല്ലതല്ലേ. അപ്പൊ നല്ലതൊന്നും റസൂല് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞെന്നില്ല, നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ റിസാലത്തിന് വില കൽപ്പിക്കുന്നില്ല. അപ്പോൾ അള്ളാഹു റസൂൽ മുഖേന എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതിനെ ഇത്തിബാഅ് ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേണ്ടത് ഇത്തിബാഉർ റസൂലാണ്. ഇത് നബിദിനൊക്കെ വരുന്ന സമയത്ത് ധാരാളം ഊതുന്ന ഒരു ആയത്താണ് കേട്ടോ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, ഇത്തിബാഅ് ചെയ്യുക. എന്നാലോ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ നിങ്ങള് എല്ലാ മതത്തിന്റെ ആൾക്കാരോടും പറയാ, നിങ്ങൾ ഈ ആചാരങ്ങളൊക്കെ നടത്തുന്നതും, നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതും, നിങ്ങൾ ഈ പൈസ ചെലവാക്കുന്നതും ഒക്കെ ദൈവപ്രീതി കിട്ടാനാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബി എന്ന അന്ത്യദൂതരെ പിൻപറ്റുക. അങ്ങനെ പിൻപറ്റി കഴിഞ്ഞാൽ ദൈവപ്രീതി കിട്ടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ കുറ്റങ്ങള് സാക്ഷാൽ ദൈവം നിങ്ങൾക്ക് പുറത്തു തരും.
വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അള്ളാനെ സ്നേഹിക്കുന്നു, അള്ളാഹ് എന്നെ സ്നേഹിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നബിയുടെ കൂടെ നിൽക്കുമ്പോൾ എന്റെ ഗോത്രക്കാരോട്, എന്റെ വംശക്കാരോട്, എന്റെ സമുദായക്കാരോട് ആത്മബന്ധം വെച്ച് പുലർത്തുകയും ചെയ്യാൻ പാടില്ല. അപ്പൊ എന്റെ ഗോത്രം, എന്റെ സമുദായം, എന്റെ ആൾക്കാര് എന്ന് പറയുന്ന ബന്ധങ്ങളൊക്കെ മാനുഷികമായി, സാഹോദര്യപരമായി, കുടുംബപരമായി, അയൽവാസി എന്നുള്ള നിലയിൽ, ഗുരുനാഥന്മാർ എന്നുള്ള നിലയിൽ ഒക്കെ ആകാം. പക്ഷെ നിങ്ങളുടെ മുറിച്ചാൽ മുറിയാത്ത ആത്മബന്ധം ആരുമായിട്ടാണ്? അല്ലാഹു റസൂലായിട്ടാണ്. ഇത് എത്ര അളവിലാണ് നമുക്ക് മനസ്സിലായതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് മനസ്സിലാവൽ അനിവാര്യമായ ഒരു സംഗതിയാണ് എന്ന് പറയാനേ ഇപ്പൊ കഴിയുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒന്ന് നിങ്ങൾക്കുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ ഇസ്ലാം ഇത് പഠിപ്പിക്കൽ തന്നെയാണ് ഇസ്ലാമിന്റെ പണി. നിങ്ങൾ ആദ്യം തന്നെ പെറ്റിട്ട കുട്ടീന്റെ കാതിൽ പറയേണ്ടത് എന്താണ്? അല്ലാഹു അക്ബർ എന്നാണ്. എന്ന് പറഞ്ഞാൽ വേറുള്ളതൊക്കെ ചെറുതാണ്. ഇജിപ്പതാ ഈ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയാൽ കേൾക്കാൻ പോണ ഒരുപാട് 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 മുദ്രാവാക്യമുണ്ട്. ഇതൊക്കെ ചെറുതാണ്, ഏറ്റവും വലുത് അല്ലാഹ്. ഇതാണ് ആദ്യം തന്നെ വലത്തെ കാതിലും ഇടത്തെ കാതിലും പറയണേ. നമ്മളിപ്പോ അത് പറയണതിന് മുമ്പ് പലതും കേട്ടു പോയിണ്ടാവും, വേറെ സംഗതി. കാരണം എന്താന്ന് വെച്ചാല് സിസ്റ്റർ നമ്മളെടുത്ത് കൊണ്ടുവരുമ്പോഴല്ലേ നമ്മള് ഇതിനെ കാണുന്നുള്ളൂ. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല, കാരണം നമ്മളുടെ ഒരു അനിവാര്യമായ ചികിത്സാ രീതി ഇപ്പൊ അങ്ങനെയാണെന്ന്. മാത്രമല്ല ആ കർമ്മത്തിന്റെ ആ ഭൗതിക പുറമുള്ള സംഗതിയിലൊന്നുമല്ല കാര്യം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അതിലുണ്ട്. എന്നിട്ട് നമ്മള് പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വാക്ക് അല്ലാഹു അക്ബർ എന്നാണ്. ബാങ്കിലും ഇഖാമത്തിലും നിസ്കാരത്തിലും ബലിയിലും പെരുന്നാളിലും എല്ലായ്പ്പോഴും അള്ളാഹു ആണ് ഏറ്റവും വലുത്. അപ്പൊ നമ്മളടുത്ത് പലരും വലുതാണെന്നും പലതും വലുതാണെന്നും ഇങ്ങനെ പലരും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കതൊക്കെ വലുതായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷേ അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ അതാണ്. അപ്പൊ ആ സംഗതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ്. അപ്പൊ അള്ളാഹിനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിനെ സ്നേഹിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നത് മറ്റു പലതിനോടുമാണെങ്കിൽ ഇത് നടക്കൂല. അതുകൊണ്ട് ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യുക, സുന്നത്ത് പഠിക്കുക. അപ്പൊ ആ സമൂഹത്തോട് പറയുമ്പോൾ ഇതിനുള്ള അർത്ഥം നമുക്ക് മനസ്സിലായി. ഈ പശ്ചാത്തലത്തിൽ മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് റസൂലുള്ളാഹിന്റെ കൂടെയാണെന്ന് പറയുമ്പോഴും ഇസ്ലാമാണെന്ന് പറയുമ്പോഴും അവര് ചില ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ ഓലെ ഒഴിവാക്കാൻ പറ്റില്ലേ? ഇവരോട് നമുക്ക് ആക്കാൻ പറ്റില്ലേ? ഓല് എന്നെ പറ്റി എന്താ വിചാരിക്കോ? അവര് പിന്നെ എന്നെ മോശാക്കിയാൽ അത് പ്രശ്നമാണ് എന്ന് വെച്ചു പുലർത്തിയ ആളുകൾ. അപ്പൊ അവിടെ വളരെ കൃത്യപ്പെടുത്തിയിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഇത്തിബാഅ് ചെയ്യേണ്ടത് റസൂലിനെ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഇത്തിബാഅ് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റി ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്ക് ഇഷ്ടപ്പെടൂല. സ്വാഭാവികമാണ്. ആ ഇഷ്ടക്കേടുകളല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്. റബ്ബിന്റെ ഇഷ്ടമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വേറെന്താ പ്രശ്നം? ഞമ്മക്ക് അള്ളാന്റെ ഇഷ്ടവും വേണോ, അതിന്റെ ശേഷം പിന്നെയും വേണമെന്ന് വിചാരിക്കണത് നമ്മൾ വിചാരിക്കണം അള്ളാഹ് എന്ന് പറഞ്ഞാല് ഇത്തിരി പോകുന്ന ഒരു അള്ളയാണ്. അള്ളാനെ പരിചയപ്പെടുത്തുമ്പോ എല്ലാം റബ്ബുൽ ആലമീൻ എന്നും ആകാശഭൂമികളുടേത് എന്നും അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹ ഫഇലൈഹി യുർജഊൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനല്ലാത്ത വല്ലതുമാണോ ആഗ്രഹിക്കുന്നത്? ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അസ്ലമ, അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലതും, ഒന്നുമില്ല.
മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പടപ്പിനെ മാറ്റിവെച്ചാൽ ബാക്കി ആകാശഭൂമികളിലുള്ള സകലതും ആരെ കീഴ്പ്പെട്ടിട്ടുണ്ട്? അള്ളാഹു. പിന്നെന്തിനാണ് മനുഷ്യന്മാരെ അപ്പൊ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത വേറെ എന്തിനെങ്കിലും പിന്നാലങ്ങൾ പോകുന്നു? തൗഅൻ വ കർഹ, ഒന്നുകിൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടാത്തതായി യാതൊന്നും തന്നെയില്ല. ഇപ്പം അള്ളാഹു പറയണത് നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഫിറ്റിങ് കൊണ്ടുവരല്ല വേണ്ടത്. നിങ്ങൾ ഈ പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് നിന്നൊടുത്താൽ മതി. മഴയും വെയിലും മഞ്ഞും കാറ്റും ഇടിയും വെള്ളവും വെളിച്ചവും മണ്ണും മരങ്ങളും എല്ലാം ആർക്കാണോ കീഴ്പ്പെടുന്നത് ആ ദീനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? അതിനോട് ഇങ്ങനെ ചേർന്ന് നിന്നു കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ സാധനങ്ങളായിട്ടൊന്നും വരേണ്ടതില്ല. ഇതാണ്. മനസ്സിലായിണ്ടാവും വിചാരിക്കുക. ഇനിയും അള്ളാഹു പറയാൻ പറയുന്നുണ്ട്. അത് അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത ആഴ്ച പറയാം. നിങ്ങൾ എന്താ ചോദിച്ചത്? മെജോറിറ്റി പലപ്പോഴും പലർക്കും ഉണ്ടാവും. മെജോറിറ്റി ജനാധിപത്യത്തില് മെജോറിറ്റിക്ക് അതിൻ്റെതായ സ്ഥാനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ദീനിലും അവന്റെ നിയമത്തിലും മെജോറിറ്റി അത്രത്തോളം വലിയ പ്രധാനമുള്ള ഒരു സംഗതിയല്ല. മെജോറിറ്റി വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടാവും. നമ്മളെന്താക്കാനാ? ഓല് മാറിപ്പോയി. ജാഹിലിയ വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ ജിഹാദ് യുദ്ധങ്ങളൊക്കെ എടുത്തു നോക്കൂ. ബദറിൽ ഓലാണ് കൂടുതൽ, ഉഹുദിൽ ഓലാണ് കൂടുതൽ, അല്ലെ? മെജോറിറ്റി ഒക്കെ അപ്പുറത്തല്ലോ. അവിടെന്തായാലും കാരണം ഓൽക്ക് ഈ ദുനിയാവിനുള്ളൂ. അപ്പൊ ഓലിവിടെ എങ്ങനെ അപ്പൊ ഈ കൂടുതൽ കുറവ് എന്നത് പരിഗണിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ മത്സവേ? അതെ. സ്വാധീനം അവർക്കായിരിക്കും ഉണ്ടാവുക. സാധാരണക്കാരനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സമ്പത്ത്, മെജോറിറ്റി എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഈമാൻ ഉണ്ടാവണം എന്നാണ് ഈ പറയുന്നത്. അവിടെയാണ്. അപ്പൊ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ മറ്റൊന്നും സ്വാധീനിക്കൂല. ഈമാൻ ഉണ്ടാവണം. ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും സ്വാധീനിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഹാ അത്ഭുത സംഗതി ഒന്നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ അണ്ടകടാഹങ്ങളുടെ നാഥനുമായിട്ടാണ്, അവനുമായിട്ടാണ് എന്റെ കണക്ഷൻ എന്നൊരാൾ വിചാരിച്ചാൽ അയാൾക്കുള്ള ധൈര്യവും അയാൾക്കുള്ള മനസ്സമാധാനവും അയാൾക്കുള്ള ശാന്തിയും എന്താണ്? കമലാസുറയ്യ പറഞ്ഞല്ലോ, എനിക്കിപ്പോ ഒരു രക്ഷിതാവുണ്ട്. അവർ പറയാണ് അവസാന സമയത്ത് എനിക്കിപ്പോ ഒരു രക്ഷിതാവുണ്ട്. ഞാൻ ഇങ്ങനെ കാണുകയാണ്, സ്വർഗത്തിന്റെ വാതിലൊക്കെ ഇങ്ങനെ തുറക്കണ ഒച്ചയൊക്കെ ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കിർക്കാണ് ഈ പറയണെന്നാണ് വിചാരിക്കുക. പക്ഷെ കമലാസുറയ്യത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്. അവരുടെ അവസാനത്തെ ഒരു കവിതാ സമാഹാരം യാ അല്ലാ എന്ന് പറഞ്ഞിട്ടുള്ള കവിതാ സമാഹാരം. അപ്പൊ അവര് പറയണ, ഞാൻ എന്തിനെ പേടിക്കണത്? കാരണം എനിക്കൊരു രക്ഷിതാവുണ്ട്. ഞാനിപ്പോ ഒറ്റക്കല്ല, ഞാൻ തനിച്ചല്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഫ്രീ കിട്ടിയ ഇസ്ലാമും കൊണ്ട് കിടക്കണ നമ്മക്ക് എന്താകുന്നില്ല, അങ്ങനെ എന്തോ എനിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു തോന്നലാണ് മനുഷ്യന് നിർഭയത്വം ഉണ്ടാക്കുക. എനിക്ക് രക്ഷിതാവുണ്ട്, ഞാൻ ഒറ്റക്കല്ല, എന്റെ രക്ഷിതാവ് എന്റെ രക്ഷിതാവ് ആരാണ്? എന്റെ ഗാർഡിയൻ ആരാണ്? എന്റെ ഗാർഡിയൻ കഴിവില്ലാത്തവനല്ല, എന്റെ ഗാർഡിയൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ ബോധമാണ് ഈമാൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മളത് വെറും ഒരു സമുദായമായിരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവെ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്നും, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്നും, വീട്ടി തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്നും, മരണസമയത്തെയും ഖബറിലെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.